ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രോപ്പ് ടൂളും ഫ്രെയിം ടൂളും എന്താ നോക്കിയില്ലേ. അപ്പോൾ ഈ വീഡിയോയിൽ നോക്കുന്നത് നമ്മൾ ഐ ഡ്രോപ്പർ ടൂളും ബ്രഷ് ടൂളും പിന്നെ ഇറേസർ ടൂളുമാണ്. ഇറേസറും ബ്രഷും അറിയായിരിക്കും, എന്നാൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ബ്രഷ് ടൂൾ നോക്കാം. ബ്രഷ് ടൂൾ ഷോർട്ട് കട്ട് ബി. നമ്മൾ ഫസ്റ്റ് ബ്രഷ് ടൂൾ ഓപ്പൺ ചെയ്താൽ ടോപ്പിൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. മോഡ്, ഒപ്പാസിറ്റി, ഫ്ലോ എന്നുള്ള പറഞ്ഞിട്ട് നമ്മൾ ഓരോന്നായിട്ട് എന്തെല്ലാം നോക്കാം. ഫസ്റ്റിലത്തെ ഓപ്ഷൻ ഞെക്കിയാൽ ബ്രഷിൻ്റെ സൈസും ഹാർഡ്നെസ്സും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സൈസ് ബ്രഷിൻ്റെ എത്ര സൈസ് വേണ്ടതെന്ന്. പിന്നെ ഹാർഡ്നെസ് എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 100-ലിട്ടാൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും. 0 ഉണ്ട്, 16-ലിട്ടാൽ ഈ രണ്ടിൻ്റെ സൈഡ് കണ്ടില്ല, ഒരു ഫെദർ കൊടുത്ത പോലെ ഒരു ബ്ലറായതിൻ്റെ തൊട്ട് കാണും. അതാണ് ഹാർഡ്നെസ്. ഹാർഡ്നെസ് കഴിഞ്ഞ് നേരെ താഴെയുള്ളത് സെർച്ച് ബ്രഷ്. നമുക്ക് ബ്രഷിൻ്റെ പേര് ഓർമ്മ ഉണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് ബ്രഷ് എടുക്കുക. പിന്നെ താഴെ റീസെൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്ത ബ്രഷ്, അതിൻ്റെ താഴെ ബ്രഷിൻ്റെ പ്രീസെറ്റുകൾ ഉണ്ടാവുക. അല്ല, ജനറൽ ബ്രഷസ് പോയാൽ സോഫ്റ്റ് റൗണ്ട് ബ്രഷ്, അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ സംഭവം. പിന്നെ ഉള്ളത് ഹാർഡ് റൗണ്ട് അല്ലേ, ടോപ്പും ബോട്ടും നല്ല ഹാർഡിലാണ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്പെഷ്യൽ എഫക്റ്റ് ബ്രഷസും അങ്ങനെ ഓരോന്ന് കാണാം. ഇതാണുള്ളൊരു പെയിൻറ്റ് സ്പ്ലാറ്റർ ചെയ്ത പോലെ ചെയ്യുന്നത്. പിന്നെ വേണം നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഒരു ബ്രഷ് ഫോട്ടോഷോപ്പ് ബ്രഷ് പ്രീസെറ്റ് എന്ന് അടിച്ചാൽ ഒരുപാട് പ്രീസെറ്റ് കാണാം. പിന്നെ ഉള്ളതാണ് മോഡ്. മോഡ് എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ ലേയേഴ്സിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഉള്ളതാണ് ഒപ്പാസിറ്റി. ഒപ്പാസിറ്റി എന്ന് വെച്ചാൽ നമ്മളെ ബ്രഷ് എത്ര ഇങ്ങനെ കളർ എത്ര ഇങ്ങനെ പുറത്ത് കാണണം. ഇത് നമ്മളിപ്പോൾ 50% ആക്കിയാൽ കളർ പിന്നെയും കുറഞ്ഞ്, ഇത് വീണ്ടും 25 ആക്കിയാൽ വീണ്ടും കുറഞ്ഞു. അല്ല, ഇപ്പോൾ ഒരു 1 കൊടുത്താൽ തീരെ കാണാനുണ്ടാവില്ല. അടുത്തുള്ളതാണ് ഫ്ലോ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതാ, ഇതിപ്പോൾ 100 ചെയ്താൽ ഇപ്പം നേരെ നമ്മൾ 1 ഇടുക. എന്നിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിങ്ങനെ അടിക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു കളർ വന്ന് പിന്നെ മുകളിൽ കൂടി ഒന്നുകൂടി ആക്കിയാൽ പിന്നെ കുറച്ചും കൂടി ഡാർക്കറായി, പിന്നെ ഡാർക്കായി ഇതിപ്പോൾ 100 വരെ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കും. അല്ല, ഇപ്പോൾ അതും നമ്മൾ ഫസ്റ്റ് കാണിച്ച കളറും ഇതും സെയിമായി. അതാണ് ഫ്ലോ. അപ്പോൾ ബ്രഷിൻ്റെ കളർ മാറ്റണമെങ്കിൽ നേരെ താഴെ പോയാൽ ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു കളർ പിക്കർ ഓപ്പൺ ആയി വരും. അപ്പോൾ വേണ്ട കളർ കൊടുക്കുക, ഓക്കെ കൊടുക്കുക, ഡ്രോ ചെയ്യുക. അല്ലേ, വെച്ചാൽ ഇനി വേറെ ഡൗട്ട് ഉണ്ടോ? ഇതിൻ്റെ താഴെ എന്നാണുള്ളത്, അത് ഫോർഗ്രൗണ്ട് കളറാണ്. നമ്മളിപ്പോൾ എന്താക്കുക, അത് ക്ലിക്ക് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു നീല കളർ കൊടുക്കുക. നമ്മൾ വരച്ചുകൊണ്ട് വരെ ഇപ്പോൾ 2 കളറായി. അപ്പോൾ വരച്ചുകൊണ്ട് വെക്കുമ്പോൾ ഇപ്പം പച്ച കളറിന് ഒന്ന് ഇങ്ങനെ ചെയ്യും നമ്മൾ. അപ്പം പെട്ടെന്ന് നീല കളർ എടുക്കണമെങ്കിൽ ജസ്റ്റ് എക്സ് പ്രസ് ചെയ്യുക. ഇതാ ആ ഫോർഗ്രൗണ്ട് കൊണ്ട് ഫോണിലേക്ക് വന്നു മാറ്റണേ, പിന്നെ എക്സ് വെക്കുക. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് ടോഗിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അത് ഇപ്പം ഡിഫോൾട്ട് കളറായിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക, ബ്ലാക്കും വൈറ്റുമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് എന്താ ഡി പ്രസ് ചെയ്താൽ ആ ഡിഫോൾട്ട് കളറിലേക്ക് മാറിപ്പോകും. ഓക്കെ, അപ്പോൾ അടുത്ത ടൂള് കളർ പിക്കർ ടൂള്. അപ്പോൾ ഇതിൽ പറയുമ്പോൾ തന്നെ കളർ പിക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നീല ഇതാ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ സ്കൈൻ്റെ കളറിന് കിട്ടണമെങ്കിൽ കളർ പിക്കർ ഷോർട്ട് കട്ട് ഐ എടുക്കുക. എന്നിട്ട് നമ്മളെ ബ്രഷ് എടുത്ത് ഡ്രോ ചെയ്താൽ ഇതാ കറക്റ്റ് അതേ കളർ കിട്ടി. മാറ്റണമെങ്കിൽ ഐ ബ്രഷ് എടുക്കുക, ഡ്രോ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബ്രഷ് ടൂളിൽ നിന്ന് തന്നെ കളർ പിക്കറിലേക്ക് പോകണമെങ്കിൽ ബ്രഷ് ടൂളിൽ നിന്ന് കളർ പിക്കർ ടൂൾ എടുക്കാണ്ട് തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ജസ്റ്റ് ആൾട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കളർ സെലക്ട് ചെയ്യുക, അത് കിട്ടുക അല്ലേ, നമുക്ക് ആ കളർ കിട്ടും. പിന്നെ ഉള്ളത് ഇറേസർ ടൂള്. ഇറേസർ ടൂൾ എന്ന് വെച്ചാൽ എന്താ, സാധാരണ ഇറേസർ ടൂൾ തന്നെ. അത് വരക്കുമ്പോൾ ഇതാ ഇപ്പോൾ ഉള്ളത് ഒരു ഫോട്ടോ കണ്ട ഫോട്ടോ ഇറേസ് ആയി പോകുന്നു, അത്രേ ഉള്ളൂ. വേറെ കാര്യമായിട്ടൊന്നും ഇല്ല ഇതിൽ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫോട്ടോഷോപ്പ് എപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ലെയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഒരു ഓപ്ഷൻ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എന്താക്കുന്നത്, ഒരു കളർ എടുത്ത് നമ്മുടെ ബ്രഷിൻ്റെ പ്രീസെറ്റ് പോകുന്നു, ഇത് സെർച്ച് ചെയ്യുന്നു ക്ലൗഡ്. ഓക്കെ, കളർ പിക്കർ എടുത്ത് കളർ പിക്ക് ചെയ്ത് ക്ലൗഡ് ചെയ്തു. പക്ഷേ ഇതിപ്പോൾ എല്ലാം കൂടി ഒരൊറ്റ ലെയറിൻ്റെ തന്നെയാണ് വന്ന് പെട്ടത്. കണ്ടില്ലേ, എല്ലാം ഒരേ ലെയറിലാണ് ഉള്ളത്.
അപ്പോൾ നമ്മളിപ്പോൾ ഇത് മാറ്റണമെങ്കിൽ ഇതല്ലെങ്കിൽ ഈ ക്ലൗഡ് കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കണം, അതൊന്നും നടക്കൂല. കാരണം ഇതെല്ലാം ഒരു ലെയറിൽ തന്നെയാണുള്ളത്. അത് മാറ്റണമെങ്കിൽ നേരെ താഴെ പോയി ഈ ലെയറിൻ്റെ ഈ ഭാഗം നേരെ താഴെ പോയാൽ ഒരു ഓപ്ഷൻ കാണാം, ഒരു പ്ലസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ഞെക്കിയാൽ പുതിയൊരു ലെയർ ഓപ്പൺ ആയി വരും. എന്നിട്ട് നമ്മളിപ്പോൾ ഇതാ ഒരു ക്ലൗഡ് അടിക്കുന്നത്, ഇത് എങ്ങനെ ക്ലൗഡ് അടിക്കുക, ഇവിടെ നിന്ന് നോക്കാം. നമ്മൾ ഈ ചെയ്ത് ഫുൾ ഒരൊറ്റ ലെയറിലാണ് ഉള്ളത്. ഇതാണ് നമ്മൾ മൂവ് ടൂൾ എടുത്ത് ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സാധനം ചെറുതാക്കണം വലുതാക്കണം എന്ന് വിചാരിക്കുക. നേരെ കൺട്രോൾ ടി പ്രസ് ചെയ്യുക, ചെറുതാക്കുക. ആണ് റൊട്ടേറ്റ് ചെയ്ത് വെക്കുക, എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വേറെ അടുത്ത ലെയർ എടുക്കുക. അപ്പോൾ ബ്രഷ് ഒന്നും കൂടി എടുത്ത് ക്ലൗഡ് വേറെ മാറ്റാം, എടുക്കാം. സിമ്പിൾ. ഇത് ഫുൾ ഇപ്പോൾ ഒരു ലെയറിലുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ബ്രഷിൻ്റെ വലിപ്പം ചെറുതാക്കണമെങ്കിൽ വലുതാക്കണമെങ്കിൽ ഒന്നെങ്കിൽ ബ്രാക്കറ്റ് ഞെക്കുക, നമ്മുടെ ഓപ്പൺ ബ്രാക്കറ്റ് ഞെക്കുക, ചെറുതായി പോവും. ക്ലോസ് ഞെക്കുക, വലുതായി വരും. അല്ലെങ്കിൽ ആൾട്ട് ഞെക്കി പിടിച്ചിട്ട് ബ്രഷ് ടൂളിൽ നിന്ന് ആൾട്ട് ഞെക്കി പിടിച്ചിട്ട് റൈറ്റ് ക്ലിക്ക് വെക്കുക. എന്നിട്ട് ലെഫ്റ്റും റൈറ്റും ചെയ്താൽ അതിൻ്റെ ഇത് കൂടും, ഡയമീറ്റർ കൂടും. പൊന്തിക്കം താത്തുകയും ചെയ്താൽ നമ്മളെ ഒപ്പാസിറ്റി ഇല്ല നേരത്തെ പഠിച്ചാൽ അത് കൂടുകയും കുറയുകയും ചെയ്യും അല്ലേ. ഇപ്പം ഇങ്ങനെ കൊടുത്താൽ ഒരു 50 ഒപ്പാസിറ്റിയില്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.